സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള തേർഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ അനാലിസിസ് ഓഫ് എ ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീം നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് രണ്ടാമത്തെ ന്യൂമറിക്കൽ എക്സാമ്പിളാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീം വിത്ത് ബ്രെഡ്ത്ത് 300 mm, ഡെപ്ത് 600 mm, D dash 90 mm, FCK 30 Newton/mm², FY 500 Newton/mm², ASC area of steel in compression side is equal to 2236 mm², AST area of steel in tension side is equal to 4200 mm². അപ്പോൾ ആദ്യം തന്നെ ഗിവൺ ഡാറ്റാസ് എഴുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഇവിടെ 30 ആണ് തന്നേക്കുന്നത്. അപ്പോൾ FCK 30 Newton/mm². അതേപോലെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ നമുക്ക് തന്നേക്കുന്നത് 500 Newton/mm² ആണ്. അപ്പോൾ FY 500 Newton/mm². ഇനി ASCയും ASTയും ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ASC എന്ന് പറഞ്ഞാൽ 2236ഉം AST എന്ന് പറഞ്ഞാൽ 4200. ഇനി ബീമിൻ്റെ ബ്രെഡ്ത്ത് 300, ഡെപ്ത്ത് 600, D dash 90 mm. ഇതാണ് നമുക്ക് ഡീറ്റെയിലിൽ തന്നേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? കോമ്പ്യൂട്ട് XU മാക്സ് ഫ്രം സ്ട്രെയിൻ എനർജി ഡയഗ്രാം. അപ്പോൾ സ്ട്രെയിൻ എനർജി ഡയഗ്രാം എടുക്കുക. സ്ട്രെയിൻ എനർജി ഡയഗ്രത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ഇതാണ് നമ്മുടെ സ്ട്രെയിൻ എനർജി ഡയഗ്രാം. സ്ട്രെയിൻ എനർജി ഡയഗ്രത്തിൽ നമുക്കറിയാം ടോപ്പിലുള്ള സ്ട്രെയിൻ 0.0035ഉം താഴെയുള്ള സ്റ്റീൽ സൈഡിലുള്ള സ്ട്രെയിൻ 0.87 FY/ES പ്ലസ് 0.002 ആണ്. ഇനി ഇതാണ് ന്യൂട്രൽ ആക്സിസ്. ഈ 0.0037 ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്തിന് നമുക്ക് XU മാക്സ് എന്ന് കൊടുക്കാം. ഇനി അടുത്തത് ബാക്കിയുള്ള ഡെപ്തിന് നമുക്ക് D മൈനസ് XU മാക്സ് എന്ന് കൊടുക്കാം. കാരണം ഈ മൊത്തത്തിലുള്ള ഡെപ്ത് D is equal to 600 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് ഈ ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ ഈ ഒരു വാല്യൂ ഇസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ ഈ ഒരു വാല്യൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇക്വേറ്റ് ചെയ്യുക. 0.0035 ഡിവൈഡ് ബൈ XU മാക്സ് ഇസ് ഈക്വൽ ടു താഴെയുള്ള സ്ട്രെയിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ D മൈനസ് XU മാക്സ്. ഇതിനകത്ത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? XU മാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഏതൊക്കെ അറിയാം? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, FY 500 ആണ്. യങ്സ് മോഡുലസിന് മാറ്റമൊന്നുമില്ല. 2 × 10⁵ തന്നെ. D മാറ്റമൊന്നുമില്ല, 600 തന്നെയാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് XU മാക്സ് ഇസ് ഈക്വൽ ടു 273.62 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാല്യൂ ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 2, കോമ്പ്യൂട്ടേഷൻ ഓഫ് MU ലിമിറ്റ് ബേസ്ഡ് ഓൺ C1. അപ്പോൾ C1 എന്ന് പറയുന്ന ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? MU ലിമിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ഡയഗ്രം എടുക്കുക, സ്ട്രെസ് ഡയഗ്രം എടുക്കുക. ഈ സ്ട്രെസ് ഡയഗ്രത്തിൽ ഇതാണ് നമ്മുടെ ബാലൻസ്ഡിൻ്റെ സ്ട്രെസ് ഡയഗ്രം. ഇവിടെ ആക്ട് ചെയ്യുന്നതിന് C1 എന്നും ഇവിടെ ആക്ട് ചെയ്യുന്നതിന് T1 എന്നും കൊടുക്കുക. ഇത് ആക്ട് ചെയ്യുന്ന ഈ ഒരു ലിവർ ആം ഡിസ്റ്റൻസ് എത്രയായിരിക്കും? D മൈനസ് 0.42 XU ആണ്. കാരണം ഈ C ആക്ട് ചെയ്യുന്നത് മുതൽ മുകളിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് 0.42 XU മാക്സ് ആണ്. ടോട്ടൽ ഡെപ്ത് D is equal to 600 ആണ്. ഓക്കെ, ഇനി C1ൻ്റെ വാല്യൂ 0.36 FCK XU മാക്സ് ഇൻറ്റു ബിയും T1ൻ്റെ വാല്യൂ 0.87 FY AST ലിമിറ്റും ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? MU ലിമിറ്റ് കണ്ടുപിടിക്കാം. MU ലിമിറ്റ് ബേസ്ഡ് ഓൺ C1. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് C1 ആണ്, അതിൻ്റെ ലിവർ ആം ഡിസ്റ്റൻസ് D മൈനസ് 0.42 XU. ഇനി ഫർദർ ഈ C1ൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. C1ൻ്റെ വാല്യൂ എന്തായിരുന്നു? 0.36 FCK ഇൻറ്റു XU മാക്സ് ഇൻറ്റു ബി. അടുത്ത് ലിവർ ആം ഡിസ്റ്റൻസ് D മൈനസ് 0.42 XU മാക്സ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? 0.36 അതുപോലെ എഴുതി. FCK 30 ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. XU മാക്സ് നമുക്കിപ്പോൾ കിട്ടിയത് 273. അടുത്തത് B ബ്രെഡ്ത്ത് 300 ആണ്. ഡെപ്ത് ഓഫ് ദ ബീം 600 ആണ്. വീണ്ടും XU മാക്സ് 273. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? കിട്ടുന്ന വാല്യൂ ഹോൾ ഡിവൈഡ് ബൈ 10�6 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ കിലോ ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും. ഓക്കെ, ഇനി നമ്മളിത് 10�6 ചെയ്യാതെ ഈ ഇക്വേഷൻ മാത്രം സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ശരി തന്നെയാണ്. ന്യൂട്ടൺ MM-ലായിരിക്കുമെന്നേ ഉള്ളൂ. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ MU ലിമിറ്റിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ 10�6 ചെയ്തപ്പോഴത്തേക്കും 430 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് നമ്പർ 3, കോമ്പ്യൂട്ടേഷൻ ഓഫ് AST ലിമിറ്റ് ബേസ്ഡ് ഓൺ MU ലിമിറ്റ്. ഓക്കെ, അപ്പോൾ MU ലിമിറ്റിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ MU ലിമിറ്റിന് നമ്മൾ ആദ്യം എടുത്ത ഇക്വേഷൻ C1 ഇൻറ്റു D മൈനസ് 0.42 XU മാക്സ് ആണ് എടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് MU ലിമിറ്റ് ഇസ് ഈക്വൽ ടു T1 ഇൻറ്റു D മൈനസ് 0.42 XU മാക്സ് ആണ്. ഓക്കെ,
അപ്പോൾ MU ലിമിറ്റ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ MU ലിമിറ്റ് അതുപോലെ തന്നെ എഴുതി. ഇനി T1ൻ്റെ വാല്യൂ എന്താണ്? 0.87 FY ഇൻറ്റു AST ലിമിറ്റ്. അപ്പോൾ MU ലിമിറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ AST ലിമിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് MU ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.87 FY AST ലിമിറ്റ് ഇൻറ്റു D മൈനസ് 0.42 XU മാക്സ്. ഇതിനകത്ത് നമുക്ക് എന്തറിയാം? MU ലിമിറ്റ് സ്റ്റെപ്പ് നമ്പർ 2 നിന്ന് കിട്ടി. FY നമുക്കറിയാം 500 D അറിയാം 400 XU മാക്സ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. AST ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ AST ലിമിറ്റ് മാത്രം ലെഫ്റ്റിലേക്ക് എടുക്കുക. MU ലിമിറ്റ് നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 430 ആണ് കിട്ടിയത് അല്ലേ? 430 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ അതിനെ ഇൻറ്റു 10⁶ ചെയ്താൽ നമുക്ക് ന്യൂട്ടൺ MM-ലേക്ക് തന്നെ ആക്കാം. കാരണം ബാക്കി ഇക്വേഷനിൽ ഇതും എല്ലാം നമ്മൾ ന്യൂട്ടണിലും MM-ലൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തിരിച്ച് 10⁶ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആകരുത്. അപ്പോൾ കിട്ടിയ MU ലിമിറ്റിൻ്റെ വാല്യൂ 430 ഇൻറ്റു 10⁶ ഹോൾ ഡിവൈഡഡ് ബൈ 0.87 FY 500 ആണ്, ശ്രദ്ധിക്കുക, ഇൻറ്റു ബ്രാക്കറ്റിൽ D മൈനസ് 0.42 XU മാക്സ്. സോൾവ് ചെയ്യുമ്പോൾ AST ലിമിറ്റ് നമുക്ക് 2038 എന്ന് കിട്ടും. 2038. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിൽ നമുക്ക് ഓവറോൾ AST തന്നിട്ടുണ്ട് അല്ലേ? ടോട്ടൽ AST എന്ന് വെച്ചാൽ 4200 ആണ്. അതിൽ AST ലിമിറ്റ് ഇപ്പോൾ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ ഇന്ന് AST ലിമിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് ബാക്കി സെക്കൻഡ് സ്റ്റേജിൽ MU2 കണ്ടുപിടിക്കുമ്പോൾ കൊടുക്കേണ്ട AST2 കിട്ടും. അപ്പോൾ MU ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് AST2 കണ്ടുപിടിക്കാനായിട്ട് AST2 ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നെ ടോട്ടൽ AST മൈനസ് AST ലിമിറ്റ്. അപ്പോൾ AST2 ഇസ് ഈക്വൽ ടു ടോട്ടൽ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ടെൻഷൻ സൈഡിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ 4200 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 2038 ആണ്. രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? AST2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. AST2 വെച്ചിട്ടാണ് നമ്മൾ MU2 കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ AST2 2162 mm² കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് സ്റ്റെപ്പാണ്. ഫോർത്ത് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് FSC ആൻഡ് FCC. അപ്പോൾ FSC FCC നമുക്ക് എവിടെ നിന്ന് കിട്ടും? സ്ട്രെയിൻ ഡയഗ്രത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രെയിൻ ഡയഗ്രത്തിലേക്ക് പോവുക. ഇതാണ് നമ്മുടെ ബീമിൻ്റെ സ്ട്രെയിൻ ഡയഗ്രത്തിൽ ടോപ്പ് പോർഷൻ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ, താഴത്തെ പോർഷൻ ഞാൻ വരച്ചിട്ടില്ല, കാരണം ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ടോപ്പ് പോർഷനിൽ ഇതാ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഇതിൻ്റെ ടോപ്പ് വാല്യൂ 0.0035 ആണ്. അതിൻ്റെ ടോട്ടൽ ഡെപ്ത് XU മാക്സ് ആണ്. ഇനി അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന ലെവൽ അല്ലേ? ഈ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന ലെവലിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ അതിനെ ESC എന്ന് കൊടുക്കാം. അവിടെയുള്ള ഡെപ്തിനെ XU മാക്സ് മൈനസ് D ഡാഷ് എന്ന് കൊടുക്കാം. ഇതെങ്ങനെയാണ് XU മാക്സ് മൈനസ് D ഡാഷ്? ടോട്ടൽ വാല്യൂ ആണ് XU മാക്സ്. ഇനി ഇവിടം വരെയുള്ളതാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഈ ഒരു ഡെപ്ത് D ഡാഷ് ആണ്, എഫക്റ്റീവ് കർവ്. ബാക്കി പോയിട്ടുള്ള ഡെപ്ത് എന്ന് പറയുമ്പോൾ XU മാക്സ് മൈനസ് D ഡാഷ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചെറിയ ട്രയാങ്കിളും ഈ ഒരു വലിയ ട്രയാങ്കിളും തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരും? 0.0035 ഡിവൈഡഡ് ബൈ അവിടുത്തെ ഡെപ്ത് XU മാക്സ് ഇസ് ഈക്വൽ ടു ESC ഡിവൈഡഡ് ബൈ XU മാക്സ് മൈനസ് D ഡാഷ്. അങ്ങനെ ഒരു ഇക്വേഷനാണ് വരുന്നത്. അപ്പോൾ 0.0035 ഡിവൈഡ് ബൈ XU മാക്സ് ഇസ് ഈക്വൽ ടു ESC മൈനസ് ഡിവൈഡഡ് ബൈ XU മാക്സ് മൈനസ് D ഡാഷ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് അൺനോൺ? XU മാക്സ് അറിയാം, D ഡാഷും അറിയാം, ESC ആണ് അൺനോൺ. ESC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.0035 ആണ്. ESC is equal to ബാക്കി ഇക്വേഷൻ അറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി അതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? 0.0035 അതുപോലെ എഴുതി. XU മാക്സ് 273, D ഡാഷ് ഈ ക്വസ്റ്റ്യനിൽ 90 ആണ്, ഡിവൈഡ് ബൈ XU മാക്സ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിൻ കിട്ടി. കംപ്രഷൻ സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെയിൻ കിട്ടി 0.0035. ഇനി അടുത്തത് നമ്മുടെ എന്ത് ചെയ്യണം? സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഏതാണ്? FSC കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്തത്. അപ്പോൾ FSC കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്മോൾ ESC കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 70 സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിലേക്ക് പോവുക. ഗ്രാഫ് 23A ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ X ആക്സിസിൽ സ്ട്രെയിനും Y ആക്സിസിൽ സ്ട്രെസ്സും ആണ് ഉള്ളത്. അപ്പോൾ സ്ട്രെയിൻ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് അല്ലേ? സ്ട്രെയിൻ നമുക്കിപ്പോൾ എത്ര കിട്ടി? 0.0023 എന്നാണ് കിട്ടിയത്. 0.0023. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ വാല്യൂ ഇതാണ് 0.001, ഇതാണ് 0.002, ഇതാണ് 0.003, ഇതാണ് 0.004. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 0.002ൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂ ആണ്. അതാണ് 0.0023 എന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ 0.002ൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂ. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്കിതൊന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം?
ഇതാ തൊട്ടടുത്തുള്ള ഒരു വാല്യൂ ആണ് എടുക്കുന്നത്. അവിടെ നിന്ന് നേരെ ഈ കർവ് ആദ്യത്തെ കർവിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുക്കുക. ഇനി അവിടെ നിന്ന് നേരെ ഇപ്പുറത്തെ ആക്സിസിലേക്ക് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, പ്ലോട്ട് ചെയ്ത പോയിന്റ് കിട്ടി. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.8 തൊട്ടടുത്തുള്ള വാല്യൂ. ഇപ്പോൾ നമുക്ക് 0.805 FY എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാ ഏതാണ്ട് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിങ്ങോട്ട് പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഈ 0.08 തൊട്ടടുത്ത വാല്യൂ 0.085 എന്ന് എടുക്കാം. അപ്പോൾ 0.085 ആണ് FSC കിട്ടുന്നത്. FSC എന്ന് വെച്ചാൽ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ FSC is equal to 0.085 into FY. 0.085 into ഈ ക്വസ്റ്റ്യനിൽ FY സ്റ്റീലിൻ്റെ ഗ്രേഡ് 500 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 402.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇനി FCC കണ്ടുപിടിക്കണം. FCCയുടെ ഇക്വേഷൻ എന്തായിരുന്നു? FCC is equal to 0.446 FCK ആണ് ഇക്വേഷൻ. അപ്പോൾ 0.446 ഇൻറ്റു ഈ ക്വസ്റ്റ്യനിൽ FCK 30 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 13.38 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 5, കോമ്പ്യൂട്ടേഷൻ ഓഫ് MU2. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 5 നമ്മൾ MU2 കോമ്പ്യൂട്ട് ചെയ്യണം. MU2 കോമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡുണ്ട് അല്ലേ? MU2 കോമ്പ്യൂട്ട് ചെയ്യാനായിട്ട് 2 മെത്തേഡുണ്ട്. എന്താണ് MU2 കോമ്പ്യൂട്ട് ചെയ്യുന്നത്? ഒന്ന്, ഇത് ഇവിടെ ആക്ട് ചെയ്യുന്ന സ്റ്റീല്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിന് C2 എന്ന് കൊടുക്കാം. ഇനി താഴെ നമ്മൾ AST2 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിന് നമുക്ക് T2 എന്നും കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ തമ്മിലുള്ള ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ D മൈനസ് D ഡാഷ് ആണ്. അപ്പോൾ C2ൻ്റെ ടേംസിൽ കണ്ടുപിടിക്കുമ്പോൾ എന്ന് വരും? MU2 is equal to C2 ഫോഴ്സ് ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ D മൈനസ് D ഡാഷ്. അതേപോലെ നമുക്ക് T2ൻ്റെ ടേംസിൽ കണ്ടുപിടിക്കാനായിട്ട് T2 ഇൻറ്റു വീണ്ടും D മൈനസ് D ഡാഷ്. അപ്പോൾ ഈ 2 ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും MU2 കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേസ് നമ്പർ 1 ടെൻഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. MU2 is equal to T2 ഇൻറ്റു D മൈനസ് D ഡാഷ്. ഇനി T2യുടെ ഇക്വേഷൻ നമുക്കറിയാം 0.87 FY ഇൻറ്റു AST2. ശ്രദ്ധിക്കാം, T2 ആണ്, അപ്പോൾ AST2 ആണ് എടുക്കേണ്ടത്. ഇൻറ്റു D മൈനസ് D ഡാഷ്. അപ്പോൾ 0.87 FY 500 ആണ്. AST2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2162. D എന്ന് പറഞ്ഞാൽ 600, D ഡാഷ് എന്ന് വെച്ചാൽ 90. ഇത് സോൾവ് ചെയ്യുക. ഹോൾ ഡിവൈഡ് ബൈ 10�6 ചെയ്താൽ നമുക്ക് ആൻസർ കിലോ ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും. ഓക്കെ, അപ്പോൾ MU2യുടെ ഒരു വാല്യൂ കിട്ടി 479 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്ത കേസ് 2 എന്ന് വെച്ചാൽ എന്താണ്? കംപ്രഷൻ ഫോഴ്സ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ MU2 is equal to C2 ഇൻറ്റു D മൈനസ് D ഡാഷ്. C2ൻ്റെ വാല്യൂ ആണ് ASC ഇൻറ്റു FSC മൈനസ് FCC. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ FSCയും FCC ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ C2 is equal to ASC ഇൻറ്റു FSC മൈനസ് FCC ഇൻറ്റു D മൈനസ് D ഡാഷ്. ഇനി ഇതിൻ്റെ അകത്ത് ASC ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 2236. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. MU2 is equal to 2236 ഇൻറ്റു FSC നമുക്ക് കിട്ടിയത് 402 ആണ്. FCC നമുക്ക് കിട്ടിയത് 13.38 ആണ്. D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 600, D ഡാഷ് എന്ന് വെച്ചാൽ 90 ആണ്. ഈ ഇക്വേഷൻ ഹോൾ ഡിവൈഡ് ബൈ 10�6 ചെയ്താൽ നമുക്ക് MU2നെ കിലോ ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും. അപ്പോൾ MU2 is equal to 443.39 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ MU2ൻ്റെ ഫസ്റ്റ് വാല്യൂ 443യും അടുത്ത ആദ്യം കിട്ടിയ വാല്യൂ 449 ആണ്. അപ്പോൾ ഏത് വേണം സെലക്ട് ചെയ്യാൻ? രണ്ടാമത്തെ വാല്യൂ 443 വേണം സെലക്ട് ചെയ്യാൻ, കാരണം ഉള്ളതിന് ഏറ്റവും ചെറുതാണ് എടുക്കുന്നത്. therefore the value of MU2 is equal to 443.39. ഫൈനലി എന്ത് ചെയ്യുക? സ്റ്റെപ്പ് നമ്പർ 6, ഫൈനൽ മൊമെൻറ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ടോട്ടൽ മൊമെൻറ്റ് കാൽക്കുലേഷൻ. സോ ടോട്ടൽ മൊമെൻറ്റ് MU is equal to MU ലിമിറ്റ് പ്ലസ് MU2. MU ലിമിറ്റ് നമുക്ക് എത്ര? 430. MU2 കിട്ടിയത് 443. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 873.43 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ബീമിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ W റീൻഫോഴ്സ്ഡ് ബീം വന്നാൽ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അനാലിസിസ് ഓഫ് W റീൻഫോഴ്സ്ഡിൽ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.